അസ്സലാമു അലൈക്കും. കുറച്ച് സെക്കൻഡുകൾ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എൻ്റെ ഏത് വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി പോയാലും ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. എന്തിനാണെന്നറിയോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു അംശം പ്രതിഫലം എനിക്കും കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? മരിക്കുന്ന ഉറപ്പാണ് ഏത് സമയത്തും. പക്ഷെ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് അല്ലേ? പടച്ചോനെ, ഖബറിൽ ആരാരുമില്ലാത്ത ഖബറിൽ എന്നെ വെച്ച് എൻ്റെ കുടുംബക്കാർ മറവ് ചെയ്ത്, എൻ്റെ വേണ്ടപ്പെട്ടവർ മറവ് ചെയ്ത് 3 പിടി മണ്ണും വാരിയിട്ട് തിരിഞ്ഞു പോന്നാൽ ആ ഇടുക്ക് ഖബറിൽ ഞാൻ ഒറ്റക്കാണല്ലോ റബ്ബേ. ഞാൻ ചെയ്ത രഹസ്യങ്ങളും പരസ്യങ്ങളും ആയ തെറ്റുകളൊക്കെ അവിടെ ഞാൻ റബ്ബിനെ ബോധിപ്പിക്കണമല്ലോ. മുൻകർ നക്കീർ അലൈഹിമസ്സലാം എന്ന 2 മലക്കുകൾ എൻ്റെ ഖബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുമല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ നന്മയും തിന്മയും എൻ്റെ കഫംപുടയിൽ റൗമാൻ എന്ന മലക്ക് എഴുതിപ്പിക്കുമല്ലോ എന്നൊരു ബേജാറില്ല ഞങ്ങൾക്ക്? എനിക്കില്ലേ? ഉണ്ട്. എന്നാൽ ഖബർ മുതൽ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ വെക്കലോടുകൂടെ സ്വർഗത്തിൻ്റെ അവകാശിയാകുന്ന ചില ആളുകളുണ്ട്. ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടണ്ടേ? കിട്ടണം. അതിനെന്ത് വേണം? ഖബറിലേക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് സലാം പറഞ്ഞങ്ങ് പോവും. അങ്ങനത്തെ ഒരു വിഭാഗം. റഹ്മാൻ എന്ന മലക്ക് വന്ന് സലാം പറഞ്ഞങ്ങ് പോവും. ഖബർ സ്വർഗമാണ്. അതാർക്കാന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂല് കളവ് പറയൂലല്ലോ, ഉറപ്പല്ലേ നമുക്ക്. ആ മുത്തുനബിയാ പറഞ്ഞത്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഅ ദുഖൂലൽ ജന്ന ഇല്ലൽ മൗത്ത് ഔ കമാ ഖാല റസൂലുള്ളാഹ്. ആരെങ്കിലും ഒരാൾ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ കടക്കാൻ ഒരു തടസ്സമില്ല, അവൻ്റെ മരണമല്ലാതെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അസ്സലാമു അലൈക്കും.